ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തിട്ടെന്ന് വെച്ചാൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോമായിട്ടാണ് വന്നത്. നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നാണ്. ഇന്ത്യൻ എയർഫോഴ്സിലേക്കുള്ള നോൺ കമ്പാറ്റൻറ്റ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കീഴിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ എയർഫോഴ്സിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ ഇനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ എയർഫോഴ്സിലേക്കുള്ള അഗ്നിവീർ വായു നോൺ കമ്പാറ്റൻറ്റ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് അപേക്ഷിക്കുന്ന ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 10/2/2025 മുതൽ 24 ഫെബ്രുവരി 2025 അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് പാർട്ടിന് അപേക്ഷിക്കുക. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം സാലറി നോക്കുകയാണെങ്കിൽ സാലറി അഗ്നിവീർ സ്കീമിന് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അഗ്നിവീർ സ്കീമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്തിരുന്നാൽ മതി. ഈ ഒരു ആർട്ടിക്കിളിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ലിങ്ക് നൽകിയിരിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാം. 3 ജൂലൈ 2004 3 ജനുവരി 2008 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽക്കിടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ക്വാളിഫിക്കേഷനോ കാര്യങ്ങളൊന്നും നിർബന്ധമായിട്ട് പറയുന്നില്ല. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയെന്ന് നോക്കുകയാണെങ്കിൽ ഫേസ് 1 റിട്ടൺ എക്സാമിനേഷനാണ്. റിട്ടൺ എക്സാം പാസ്സാവുന്നവർക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ ഹൈറ്റ്, വെയിറ്റ് അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അതെല്ലാം പാസ്സായി കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ഫേസ് 3 വരുന്നത് സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റാണ്. ഈ ഒരു ടെസ്റ്റ് പാസ്സാവുന്നവർക്ക് അടുത്തായിട്ട് വരുന്നത് മെഡിക്കൽ എക്സാമിനേഷനാണ്. അതായത് 4ാമത്തെ ഫേസിൽ മെഡിക്കൽ എക്സാമിനേഷനാണ്. മെഡിക്കൽ എക്സാമിനേഷൻ പാസ്സാവുന്നവർക്ക് അവസാനം ഫൈനൽ ലിസ്റ്റ്. ഇങ്ങനെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് അതായത് ഹൈറ്റ്, വെയിറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ അപേക്ഷിക്കുന്ന കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് മിനിമം 152 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ചെസ്റ്റ് നോർമൽ ചെസ്റ്റ് ഉണ്ടായിരുന്നാൽ മതി. 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. വെയിറ്റ് ഹൈറ്റിനും ഏജിനും അനുപാതത്തിലായിരിക്കേണ്ടതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റിൽ എന്തൊക്കെ ഡീറ്റെയിൽസാണ് വരുന്നത് നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും 4 കാര്യങ്ങളാണ് വരുന്നത്. ഒന്നാമതായിട്ട് വരുന്നത് 1.6 കിലോമീറ്റർ റണ്ണിങ് ആണ്. 1.6 കിലോമീറ്റർ റണ്ണിങ് 6.5 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത രണ്ടാമതായിട്ടും വരുന്നത് പുഷപ്സ് ആണ്. 10 പുഷപ്സ് എടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നിങ്ങൾക്ക് 1 മിനിറ്റ് വരെ അനുവദിച്ച് തരുന്നതാണ്. അപ്പോൾ അതിനുള്ളിൽ 10 പുഷപ്സ് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 1.6 കിലോമീറ്റർ റണ്ണിങ് കഴിഞ്ഞ് 10 മിനിറ്റിനുള്ളിലായിരിക്കും ഈ ഒരു ഐറ്റം നിങ്ങൾ പാസ്സായിരിക്കേണ്ടത്. അടുത്തായിട്ട് വരുന്നത് 10 സിറ്റപ്സ് ആണ്. 10 സിറ്റപ്സ് എടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് 1 മിനിറ്റ് വരെ സമയം ഉണ്ടായിരിക്കുന്നതാണ്. പുഷപ്സ് കഴിഞ്ഞ് 2 മിനിറ്റിന് ബ്രേക്കിന് ശേഷമായിരിക്കും ഈ ഒരു ഐറ്റം വരുന്നത്. ഈ ഒരു ഐറ്റം പാസ്സായി കഴിഞ്ഞാൽ അടുത്തായിട്ട് വരുന്നത് സ്ക്വാട്സ് ആണ്. 20 സ്ക്വാട്സ് എടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് 1 മിനിറ്റ് വരെ അനുവദിച്ച് തരുന്നതാണ്. സിറ്റപ്സ് കഴിഞ്ഞ ശേഷം 2 മിനിറ്റ് ബ്രേക്കിന് ശേഷമായിരിക്കും നിങ്ങൾ 20 സ്ക്വാട്സ് ചെയ്യേണ്ടത്. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓഫ്ലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓഫ്ലൈൻ വഴി വിവിധ സ്റ്റേഷനിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഏതൊക്കെ സ്റ്റേഷനിലാണ് നിലവിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഏതൊക്കെ സ്റ്റേഷനിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിലും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കേരളത്തിൽ ട്രിവാൻഡ്രത്താണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സ്റ്റേഷനിലേക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അപേക്ഷിക്കാനുള്ള ഓഫ്ലൈൻ അഡ്രസ്സും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ തന്നെ ലഭിക്കുന്നതാണ്. ഓഫ്ലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 24 ഫെബ്രുവരി 2025 അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് പാർട്ടിന് അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. എളുപ്പത്തിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത്, എന്താ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. എന്നാൽ അത്തരത്തിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.